ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സംവരണ വാർഡുകൾ നിശ്ചയിച്ചു. 30 ഡിവിഷനുകളിലാണ് സംവരണം ബാധകമാവുക. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് 21-ന് നടക്കും. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം. പഠിക്കാൻ വരുന്നവർക്ക് അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ കഴിയണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വിദ്യാഭ്യാസ മന്ത്രി കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി CPM. പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിനാണ് നടപടി. മേയർ MK വർഗീസിനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മേയർ നല്ല മനുഷ്യനാണെന്നും എന്നാൽ അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി. ശബരിമല മേൽശാന്തിയായി മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയിലെ ED പ്രസാദിനെ തെരഞ്ഞെടുത്തു. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിയോഗമായി കാണുന്നുവെന്ന് ED പ്രസാദ്. ഗുരുവായൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. തൃശൂർ ഇക്കണ്ടവാരി റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പുറകിൽ ബസ്സിടിച്ച് 12 പേർക്ക് പരിക്ക്. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. 183 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂൾ വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ കോർപ്പറേഷനിലെ സംവരണ ഡിവിഷനുകൾ നിശ്ചയിച്ചു. 30 ഡിവിഷനുകളിലാണ് സംവരണം ബാധകമാകുക. ഇതിൽ 2 പട്ടികജാതി സ്ത്രീ സംവരണവും 2 ഡിവിഷനുകൾ പട്ടികജാതി സംവരണവുമാണ്. 26 ഡിവിഷനുകൾ വനിതകൾക്കായി സംവരണം ചെയ്തു. കൊച്ചി കോർപ്പറേഷൻ ടൗൺ ഹാളിലാണ് നറുക്കെടുപ്പ് നടന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണ ഡിവിഷനുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് 21-ന് രാവിലെ കളക്ടറേറ്റിൽ നടക്കും. സൈന്യത്തിൽ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള പോലെ പഠിക്കാൻ വരുന്നവർക്ക് അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ കഴിയണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിലെ യൂണിഫോം രീതിക്ക് ചർച്ചകളിലൂടെ പൊതുമാനദണ്ഡം ഉണ്ടാക്കണമെന്നും MA ബേബി പറഞ്ഞു. ആളുകൾക്ക് ഇടയിൽ മതത്തെ മുൻനിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാനും വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽപ്പെട്ടവർക്കിടയിൽ സ്പർദ്ധ രൂപപ്പെടാനും ഒക്കെ ഇടയാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അത് തന്നെ പരസ്പരം ചർച്ച ചെയ്ത് ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് സ്ഥാപിക്കുന്നതിനല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. കേരളത്തിൻ്റെ ഈ സൽപ്പേര്, മതസൗഹാർദ്ദത്തിൻ്റെ മതനിരപേക്ഷതയുടെ നാടെന്നുള്ള സൽപ്പേര്, അത് സംരക്ഷിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണം. അതിൽ സ്കൂൾ അധികൃതർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, വിശേഷിച്ച് അവരുടെ രക്ഷിതാക്കൾക്ക് ഒരു പങ്കുണ്ട്. സൈന്യത്തിലെല്ലാം ചേരുന്ന സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം അനുവദിക്കുന്നുണ്ട്. അതുപോലെ പഠിക്കാൻ വരുന്നവർക്കും അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ കഴിയണം. എന്നാൽ സ്കൂളിൽ യൂണിഫോം സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ആ യൂണിഫോം സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ അംഗീകരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇതിനകത്തൊരു പൊതു മാനദണ്ഡം ഉണ്ടാക്കേണ്ടതുണ്ട്. മതസൗഹാർദ്ദത്തിൽ കേരളത്തിനുള്ള സൽപ്പേര് സംരക്ഷിക്കാൻ വാശിവെടിഞ്ഞ ഇരുകൂട്ടരും അനുരഞ്ജനത്തിന് തയ്യാറാകണം. അതിൽ സ്കൂൾ അധികൃതർക്കും രക്ഷിതാക്കൾക്കും പങ്കുവഹിക്കാനുണ്ട്. ആര് ജയിച്ചു ആര് തോറ്റു എന്ന് സ്ഥാപിക്കാനല്ല ഇരുവിഭാഗവും ശ്രമിക്കേണ്ടത്. പാഠപുസ്തകങ്ങളിൽ എല്ലാ ഇന്ത്യക്കാരും സഹോദരീ സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കുന്നത് പ്രാവർത്തികമാക്കുന്ന സമീപനം ഉണ്ടാകണമെന്നും MA ബേബി പറഞ്ഞു. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ BJP നേതാവ് K സുരേന്ദ്രൻ.
മന്ത്രി കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിഫോം നിശ്ചയിക്കാൻ അധികാരമുണ്ട്. ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ്. നിഷ്കളങ്കമായ താൽപര്യങ്ങളല്ല അതിനു പിന്നിലുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനു മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരും വിദ്യാഭ്യാസ മന്ത്രിയും പരസ്യമായി മുട്ടുമടക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം, കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല. അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം. സ്വകാര്യ മാനേജ്മെൻറ്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹാള് പ്രത്യേകം വേണം, അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിയോ ഫോക്സിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദറാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിനാണ് നടപടി. മണലൂർ നിയമസഭാ സീറ്റ് വേണമെന്ന് ജിയോ ഫോക്സ് ആവശ്യപ്പെട്ടതോടെയാണ് സിപിഎമ്മുമായി തെറ്റുന്നത്. കഴിഞ്ഞ ദിവസം ജിയോ ഫോക്സ് സമൂഹമാധ്യമങ്ങളിൽ താൻ മുൻപ് പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെന്ന് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. LDFന്റെ വികസന ജാഥയിൽ ജിയോ ഫോക്സിനെ പാർട്ടി നേതൃത്വം പങ്കെടുപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ എളവള്ളി പഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വരന്തരപ്പിള്ളി ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര ആൽത്തറയിൽ ചേർന്ന കലുങ്ക് സൌഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോർപ്പറേഷൻ മേയർ വ്യക്തിപരമായി നല്ലയാളാണ്. അദ്ദേഹം ഇപ്പോൾ അടിമച്ചങ്ങലയിലാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് രാജ്കുമാർ കടുന്തയിൽ അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, നേതാക്കളായ സജീവൻ അമ്പാടത്ത്, KS സന്ദീപ്, സലേഷ്, സവിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിൽ പൊതുജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയിലെ ED പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി. നേരത്തെ 2 തവണ അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് പ്രസാദ് നമ്പൂതിരിക്ക് ശബരിമലയിലെത്താൻ നിയോഗം. ശബരിമല സന്നിധാനത്ത് നടന്ന നറുക്കെടുപ്പിലാണ് മേൽശാന്തിയെ തിരഞ്ഞെടുത്തത്. പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കെടുത്തത്. മറ്റത്തൂർ ഏറന്നൂർ മനയിലെ പ്രസാദ് നമ്പൂതിരി നിലവിൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 2 തവണ ശബരിമലയിൽ അപേക്ഷിച്ചിരുന്നതായും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും പ്രസാദ് നമ്പൂതിരി TCVയോട് പറഞ്ഞു. ആഗ്രഹമുണ്ടെന്ന പ്രതീക്ഷയ്ക്ക് കുഴപ്പമില്ല. 14 പേരും ഒരേപോലെ ആഗ്രഹിക്കുന്നതാണല്ലോ കിട്ടണമെന്ന്. ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടണമെന്ന്, അതിനുവേണ്ടി പരിശ്രമിച്ചു. ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോഴാണ് ഉണ്ടായത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ 27 വർഷമായി ശാന്തിപഥത്തിലുള്ള പ്രസാദ് നമ്പൂതിരി നേരത്തെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലും മേൽശാന്തിയായിരുന്നു. വൃശ്ചികം 1 മേൽശാന്തി പദത്തിൽ ചുമതലയേൽക്കുന്ന പ്രസാദ് നമ്പൂതിരി 1 വർഷക്കാലം ശബരിമലയിൽ പുറപ്പെടാ ശാന്തിയായി സേവനമനുഷ്ഠിക്കും. മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയിൽ പ്രസാദ് നമ്പൂതിരിക്ക് ഇനി 1 വർഷക്കാലം ശബരിമല അയ്യപ്പനെ പൂജിക്കാനുള്ള നിയോഗം. ആറേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം കെട്ടുനിറച്ച് മലയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. TCVക്ക് വേണ്ടി ആറേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം മുകേഷ് ലാൽ. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിയുമ്പോൾ ആറേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂജയുടെ തിരക്കിലായിരുന്നു പ്രസാദ് നമ്പൂതിരി. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും അയ്യപ്പനെ പൂജിക്കാനായിരുന്നു നിയോഗം. മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയ്ക്കൽ ദാമോദരൻ നമ്പൂതിരി ദേവസേന അന്തർജനം ദമ്പതികളുടെ മകനാണ് പ്രസാദ് നമ്പൂതിരി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മധ്യകേരളത്തിലെ ശബരിമല എന്നറിയപ്പെടുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റത്തൂർ ആറേശ്വരം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് ഈ 47-കാരൻ. പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ശാന്തിക്കാരനാകാനായിരുന്നു നിയോഗം. ITIയിൽ നിന്ന് മെക്കാനിക്കൽ കോഴ്സ് കഴിഞ്ഞ ശേഷം സിവിൽ എഞ്ചിനീയറിംഗിന് ചേർന്നെങ്കിലും പഠനത്തിനിടയിൽ ശാന്തിക്കാരനായതോടെ ഡിപ്ലോമ എടുക്കാനായില്ല. അയ്യപ്പനെ സേവിക്കാനുള്ള നിയോഗം കാത്തുവെച്ചതുകൊണ്ടാകാം മറ്റു ജോലിക്ക് പോകാതെ ശാന്തിയിലേക്ക് തിരിയാൻ തോന്നിച്ചതെന്ന് നിയുക്ത ശബരിമല മേൽശാന്തി വിശ്വസിക്കുന്നു. TCV ന്യൂസ്, കൊടകര. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരിയെ KK രാമചന്ദ്രൻ MLA അനുമോദിച്ചു.
പ്രസാദ് നമ്പൂതിരി മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചു വരുന്ന ആറേശ്വരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തിയാണ് MLA അനുമോദനം അറിയിച്ചത്. CPM കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PK ശിവരാമൻ, മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി CV രവി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത് എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ വീട്ടിലെത്തി അഭിനന്ദിച്ചു. മറ്റത്തൂരിലെ വീട്ടിലെത്തിയ K രവീന്ദ്രൻ പ്രസാദ് നമ്പൂതിരിയെ പൊന്നാടയണിയിച്ചു. പ്രസാദ് നമ്പൂതിരിയുടെ ഭാര്യ രജില, മക്കളായ അച്യുത് ദാമോദർ, അനൂജ് കൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി 77 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. കിഴക്കേനടയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലായിരുന്നു അപകടം. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹൈദർ എന്ന ബസ്സാണ് ഇടിച്ചത്. ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിനിടയാക്കിയ ബസ് ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ബസ് ഇടിച്ച അപകടം. തൃശൂർ പീച്ചി ഡാം റൂട്ടിൽ സർവീസ് നടത്തുന്ന കാഞ്ഞിരത്തിങ്കൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ബസ് യാത്രക്കാരായ 12 പേരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീച്ചിയിൽ നിന്ന് തൃശൂർക്ക് വരുന്നതിനിടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. പോലീസും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. മുപ്ലിയം സ്വദേശി പേക്കാട്ടിൽ വീട്ടിൽ സെലീനയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ സെലീനയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ ബൈക്ക് നിർത്താതെ പോയി. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സിഗ്നലിൽ നിർത്തിയിട്ട സമയത്ത് അമിത വേഗതയിലെത്തിയ ബൈക്ക് സെലീനയെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി ദേശീയപാത മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. തലയിടിച്ച് റോഡിലേക്ക് വീണ സെലീനയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ ഭാഗത്തേക്ക് പോയ ബൈക്ക് യാത്രക്കാരന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻവശം ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് 2 ബൈക്കുകളിൽ ഇടിച്ചു. തുടർന്ന് സമീപത്തെ മരത്തിലേക്കും ഓട്ടോറിക്ഷ ഇടിച്ചുകയറി. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ ഉമ്മർ, യാത്രക്കാരായ ഷറഫുദ്ദീൻ, ജംഷീർ, ബൈക്ക് യാത്രക്കാരൻ അനിൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷൊർണൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളത്ത് കൊടിയിറങ്ങി. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ ഓവറോൾ ചാമ്പ്യന്മാർ. സ്കൂൾ തലത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻ പട്ടം. സമാപന ദിനം അത്യന്തം വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് വേദിയായത്. മത്സര പോരാട്ടം കനത്തതോടെ പോയിന്റ് പട്ടികയിലെ ചാഞ്ചാട്ടവും അവസാന നിമിഷം വരെ തുടർന്നു. ഒടുവിൽ 183 പോയിന്റോടെ തൃശൂർ ഈസ്റ്റ് ഉപജില്ല റവന്യൂ ജില്ലാ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. 23 സ്വർണവും 14 വെള്ളിയും 10 വെങ്കലവുമാണ് ചാമ്പ്യന്മാരുടെ മെഡൽ നേട്ടം. 173.5 പോയിന്റുമായി 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ചാലക്കുടി ഉപജില്ല ചാമ്പ്യന്മാർ കൊത്ത പോരാട്ടവീര്യമാണ് പുറത്തെടുത്തത്. 15 സ്വർണവും 19 വെള്ളിയും 11 വെങ്കലവുമാണ് ചാലക്കുടിയുടെ സമ്പാദ്യം. 9 സ്വർണവും 13 വെള്ളിയും 16 വെങ്കലവും ഉൾപ്പെടെ 116 പോയിന്റാണ് 3ാം സ്ഥാനത്തുള്ള ചാവക്കാട് ഉപജില്ല നേടിയത്. ആതിഥേയരായ കുന്നംകുളം ഉപജില്ല
90.5 പോയിന്റുമായി 5ാം സ്ഥാനത്തായി. സ്കൂളുകളിലും കടുത്ത പോരാട്ടമാണ് അരങ്ങേറിയത്. 6 സ്വർണവും 10 വെള്ളിയും 8 വെങ്കലവും ഉൾപ്പെടെ 68 പോയിന്റോടെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. മാള ഉപജില്ലയിലെ ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ 10 സ്വർണം ഉൾപ്പെടെ 63 പോയിന്റോടെ 2ാം സ്ഥാനത്തെത്തി. 60 പോയിന്റുമായി തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് 3ാം സ്ഥാനത്ത്. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. മറ്റുള്ളവർക്ക് കൂടി പകരം നൽകണം. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യ അതിഥിയായി. ചെവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ DDE PM ബാലകൃഷ്ണൻ, നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, ചാവക്കാട് DDE T രാധ, കുന്നംകുളം AEO A മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾക്ക് വേദിയായ കുന്നംകുളത്തെ ട്രാക്കിൽ നിന്നാർജിച്ച ആത്മവിശ്വാസവുമായി കൗമാര കായിക പ്രതിഭകൾ ഇനി തലസ്ഥാന നഗരിയിൽ അരങ്ങേറുന്ന സംസ്ഥാന കായികമേളയിൽ തൃശ്ശൂരിനായി മാറ്റുരയ്ക്കും. കുതിപ്പും കിതപ്പും ഏറെ കണ്ട ട്രാക്കിൽ പുതുതാരങ്ങളുടെ പിറവിയും കണ്ടാണ് ജില്ലാ കായികമേളയ്ക്ക് തിരശ്ശീല വീഴുന്നത്. എന്തായാലും മികച്ച ഒരുപിടി പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ജില്ലാ കായികമേള മികച്ച സംഘാടനത്തിലും കയ്യടി നേടുകയാണ്. കുന്നംകുളത്തെ കായികമേള വേദിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. തൃശൂർ ജില്ലാ സ്കൂൾ കായികമേളയുടെ വേഗറാണിമാരായി ഒരേ സ്കൂളിലെ ഒരേ പരിശീലകന്റെ ശിഷ്യർ. ഇരുവരും വ്യക്തിഗത ചാമ്പ്യന്മാരായതോടെ മാധുര്യം ഇരട്ടിയായി. ജൂനിയർ സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സുവർണ നേട്ടം കൊയ്ത് ട്രാക്കിലെ വേഗറാണികളായത് ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്ന മരിയയും EJ സോണിയയുമാണ്. ജൂനിയർ വിഭാഗത്തിൽ അന്ന 100-ന് പുറമെ മത്സരിച്ച 200, 400 മീറ്ററുകളിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയാണ് അഭിമാന താരമായത്. നല്ല സന്തോഷമുണ്ട്. സാറാണ് നന്നായി സപ്പോർട്ട് ചെയ്യണത്. ബലായിട്ട് സാറ് മാത്രമാണ് ഉള്ളത്. പിന്നെ വീട്ടുകാരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന അമ്മയൊക്കെ. പരിക്ക് അലട്ടിയിരുന്ന അന്ന അത് മറികടന്നാണ് ഈ വിജയം നേടിയതെന്നത് സന്തോഷം ഇരട്ടിപ്പിച്ചു. കഴിഞ്ഞ തവണയും ഇതേ വിഭാഗങ്ങളിൽ ജില്ലയിൽ സുവർണ താരമായിരുന്നു അന്ന മരിയ. സംസ്ഥാന തലത്തിൽ മികച്ച പ്രകടനവും പുറത്തെടുത്തു. സീനിയർ വിഭാഗത്തിൽ ട്രാക്കിലിറങ്ങിയ സോണിയയും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി. 100 മീറ്റർ ഓട്ടത്തിന് പുറമെ 200 മീറ്ററിലും ഹൈജമ്പിലുമാണ് സോണിയയുടെ മിന്നുന്ന പൊന്നും നേട്ടങ്ങൾ. നന്നായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി. മാഷിന്റെ ഫുൾ എഫോർട്ട് കാരണമാണ് മെഡലൊക്കെ വരാൻ കാരണം. അല്ലെങ്കിൽ ഒന്നും ഇവിടെ എത്തില്ലായിരുന്നു. എല്ലാം നല്ല പെർഫോം ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. ഇരുവരുടെയും പ്രകടനത്തിൽ പരിശീലകനും ഡബിൾ ഹാപ്പി. വളരെയധികം ഹാപ്പിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വളരെയധികം നന്ദി. അവരുടെ ഹാർഡ് വർക്ക് നമ്മളത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം ഇന്നത്തെ ഈ കാലത്ത് ഇങ്ങനത്തെ ഹാർഡ് വർക്ക് മൈൻഡ് സെറ്റുള്ള കുട്ടികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മികച്ച മുന്നൊരുക്കത്തോടെ സംസ്ഥാന തലത്തിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇരുവർക്കുമുള്ളത്. ട്രാക്കിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. മത്സരിച്ച ഇനങ്ങളിലെല്ലാം നേട്ടങ്ങൾ കൊയ്ത ജോൺ മാത്യു ജില്ലാ കായികമേളയുടെ ആതിഥേയ സ്കൂളിന് അഭിമാനമായി. സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഹൈജമ്പിൽ സുവർണ നേട്ടം കരസ്ഥമാക്കിയ ജോൺ ഹർഡിൽസ്, ട്രിപ്പിൾ ജമ്പ് ഇനങ്ങളിൽ 2ഉം 3ഉം സ്ഥാനവും നേടി. എറണാകുളം സ്വദേശിയായ ജോൺ മാത്യു കുന്നംകുളം സ്പോർട്സ് ഡിവിഷനിലെ താരമാണ്. നാഷണൽ പോകാൻ മെഡലടിക്കുക. ദേശീയ കുപ്പായ കാണിക. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റിയ എറിയാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോന സതീഷിന്റെ നേട്ടങ്ങൾക്ക് മാറ്റൽപ്പം കൂടുതലാണ്. ജന്മന കേൾവിശക്തി ഇല്ലാതിരുന്ന സോന കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയാണ് സ്വന്തം പരിമിതിയെ ജീവിതത്തിലും ഇപ്പോൾ ട്രാക്കിലും മറികടക്കുന്നത്. ജില്ലാ കായികമേളയിൽ 100, 200 മീറ്ററിൽ മാറ്ററിയിച്ച 8ാം ക്ലാസ്സുകാരിയായ സോന 3ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. അച്ഛൻ സതീഷും അമ്മ സോനയും പരിശീലകൻ സതീഷ് ബാബുവും അധ്യാപകരും നൽകുന്ന മികച്ച പിന്തുണയാണ് സോനയ്ക്ക് കരുത്താവുന്നത്. കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിന്റെ വേദിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. പ്രതികൂല കാലാവസ്ഥയിലും പൊന്നും നേട്ടം കൈവരിച്ച പാവർട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ കൗമാര കുട്ടികൾക്കിത് ഇരട്ടി മധുരം. മഴമേഘങ്ങൾ കൂടുകൂട്ടിയതോടെ കായികമേളയുടെ 2ാം ദിനത്തിലെ സബ് ജൂനിയർ ആൺകുട്ടികളുടെ 4x100 റിലേ മത്സരം ഏറെ വൈകിയാണ് നടന്നത്. ഇരുട്ടു പടർന്ന ട്രാക്കിലൂടെ വെളിച്ചം തേടി ഓടിയാണ്
അദ്വൈതും അയാനും മുഹമ്മദ് ഐസാനും ഒജിൻ കൃഷ്ണയും സുവർണ്ണ മെഡൽ കൈപ്പിടിയിൽ ഒതുക്കിയത്. മതിയായ സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടിന്റെ അപര്യാപ്തതയും ഇവരെ വലയ്ക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ട്രാക്കിലെ പ്രകടനത്തെ ബാധിച്ചില്ലെന്ന് പരിശീലകനും സാക്ഷ്യപ്പെടുത്തി. ഇതേ സ്കൂളിലെ നസിൻ സീനിയർ വിഭാഗത്തിൽ ഡബിൾ സ്വർണം കരസ്ഥമാക്കിയതും സന്തോഷം ഇരട്ടിപ്പിച്ചു. നല്ല പ്രാക്ടീസ് ഉണ്ട്, ഇവിടെ വന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാറ്. ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലുമാണ് നസിന്റെ സുവർണ്ണ നേട്ടം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കായികമേളയുടെ കലവറയും വിഭവസമൃദ്ധമായിരുന്നു. സമാപന ദിനത്തിൽ പായസം ഉൾപ്പെടെ വിളമ്പിയ കലവറയും കയ്യടി നേടി. 3 നാൾ നീണ്ട കൗമാര കായികമേളയിൽ കയ്യടി നേടിയ വിഭാഗമായിരുന്നു ഭക്ഷണ കമ്മിറ്റി. കുന്നംകുളത്തെത്തിയ മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും അധ്യാപകർക്കുമെല്ലാം 3 നേരം മികച്ച ഭക്ഷണം വെച്ച് വിളമ്പിയതിന്റെ സംതൃപ്തിയാണ് പാചക ചുമതല വഹിച്ച നെല്ലങ്കര സുരേഷ് ബാബുവിനുള്ളത്. അധ്യാപക സംഘടനയായ KPSTA നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റിയുടെ ചിട്ടയായ പ്രവർത്തനം. വകുപ്പ് അനുവദിച്ചാൽ വരും കായികമേളയിലെ കലവറ കൂടുതൽ സമൃദ്ധമാക്കാനാകുമെന്ന പ്രതീക്ഷ DEO, AEO അടക്കമുള്ളവരും പങ്കുവച്ചു. കുട്ടികളും മികച്ച അഭിപ്രായമാണ് കമ്മിറ്റിക്ക് നൽകിയത്. സമാപന ദിനത്തിൽ നല്ല പായസം കൂട്ടിയുള്ള സദ്യ കഴിച്ചാണ് കായിക പ്രതിഭകളെല്ലാം തന്നെ കുന്നംകുളത്തു നിന്നും മടങ്ങിയത്. കലവറ അത്യുഗ്രനാണെന്ന അഭിപ്രായവും ഓരോ മത്സരാർത്ഥികളും പങ്കുവച്ചു. കായികമേളയിലെ കലവറയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. മുൻകാലങ്ങളിൽ എന്ന പോലെ ഇക്കുറിയും ട്രാക്കിലെ മിന്നും താരമായി മാറിയിരിക്കുകയാണ് അശ്വതി. ആദ്യമായി ട്രാക്കിലെത്തിയ അനുജത്തിയുടെ നേട്ടവും സന്തോഷം ഇരട്ടിയാക്കി. സ്കൂളും ഉപജില്ലയും മാറിയെങ്കിലും പ്രകടന മികവ് ആവർത്തിച്ചാണ് വലപ്പാട് ഉപജില്ലയിലെ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അശ്വതി ഇക്കുറിയും വ്യക്തിഗത ചാമ്പ്യൻ പട്ടം ചൂടിയത്. മത്സരിച്ച 100 മീറ്റർ ഹർഡിൽസ്, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ് എന്നിവയിൽ സുവർണ്ണ നേട്ടം നേടിയാണ് അശ്വതി തന്നിലെ പ്രതിഭയുടെ തിളക്കം കൂട്ടിയത്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വലിയ കോമ്പറ്റീഷൻ ഇല്ല. എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഉള്ളൂ എനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട്. നമുക്ക് ബെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. NCAയുടെ റെക്കോർഡ് ഉണ്ട്, അത് തകർക്കണം എന്നാണ്. അതേപോലെ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഒരു 6 മീറ്റർ ചെയ്യണം എന്നുണ്ട് ലോങ് ജമ്പ്. അപ്പോൾ നന്നായി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക, അതേപോലെ NCAനെ പോലെ വലിയൊരു നിലയിലെത്തണം. കഴിഞ്ഞ തവണ വരെ തൃശൂർ കാൾഡിയൻ സ്കൂളിലൂടെ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയ്ക്കായിട്ടായിരുന്നു അശ്വതിയുടെ പ്രകടനം. മുൻ പരിശീലകൻ ആൻഡോ മാഷിൽ നിന്ന് കണ്ണനിലേക്കുള്ള ചുവടുമാറ്റം പ്രതിഭയുടെ മികവിനാൽ അശ്വതി മറികടന്നു. ക്ലാസ് കഴിഞ്ഞ് ചേച്ചിക്ക് കൂട്ടായി കൂടിയ 7ാം ക്ലാസ്സുകാരി അനുജത്തി ആരതിയും പറ്റും പോലെ ഒന്ന് ശ്രമിച്ചു. ഡിസ്കസ് ത്രോയിലൂടെ സ്വർണ്ണ മെഡൽ നേടിയാണ് ആരതി മേളയിലെ തന്റെ വരവറിയിച്ചത്. കുഴപ്പമില്ല, ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മീറ്റ് ആയ കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നം ഉണ്ടായില്ല. എല്ലാത്തിനും സപ്പോർട്ട് കൂടുതൽ ചേച്ചിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു. ഇരുവർക്കും പിന്തുണയുമായി സദാ ഒപ്പമുണ്ട് അച്ഛൻ മനോജ്. വളരെ സന്തോഷമുണ്ട്. പിള്ളേരൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ സന്തോഷം മനസ്സെന്നറിയണു. അവരിൽ നിന്ന് അറിയപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ കാര്യമാണ്. അനിയത്തിയും ട്രാക്കിലാണ്. അപ്പോൾ അവള് പറഞ്ഞു തന്നെ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ഒരു ഗോൾഡ് മേടിച്ചിട്ട് വരാം, എനിക്കൊരു സൈക്കിൾ മേടിച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ അവളെ വിട്ടതും. അവളിപ്പോൾ ഗോൾഡേ ഒന്നും ഇനിയിപ്പോൾ ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കണം. വിജയക്കുതിപ്പ് അനന്തപുരിയിലെ സംസ്ഥാന മീറ്റിലും തുടരാനുള്ള ഒരുക്കത്തിലാണ് ഇരുവരും. കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചലച്ചിത്ര നടൻ TG രവിക്ക് ജന്മനാടിന്റെ ആദരം. അഭിനയ ജീവിതത്തിന്റെ 50 വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ആദരം സംഘടിപ്പിച്ചത്. നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂച്ചട്ടി AKMH സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ആദരം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു.
നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ വിജയരാഘവൻ, ഉർവശി, ഇന്ദ്രൻസ്, ജോജു ജോർജ്, ഇർഷാദ് അലി, സാദിഖ്, സംവിധായകരായ കമൽ, രഞ്ജിത്ത്, മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ, സംഗീത സംവിധായകരായ വിദ്യാധരൻ മാസ്റ്റർ, വി കെ ഹരിനാരായണൻ, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമയിൽ ക്രൂരനാണെങ്കിലും ജീവിതത്തിൽ ശുദ്ധഹൃദയമുള്ള വ്യക്തിയായിരുന്നു TG രവിയെന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. സിത്താര കൃഷ്ണകുമാർ നയിക്കുന്ന സംഗീത നിശ അരങ്ങേറി. ഞായറാഴ്ച വൈകിട്ട് പഞ്ചായത്തിലെ വീരനാട്യ സംഘങ്ങളുടെ മത്സരം, നാടകരാവ്, നാടക പ്രവർത്തകരുടെ സംഗമവും ആദരവും നടക്കും. കുന്നംകുളം പഴഞ്ഞി കോട്ടോലിലെ ആശുപത്രി ആക്രമണ കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പഴഞ്ഞി അയനൂർ സ്വദേശി വിഷ്ണുരാജ്, പഴഞ്ഞി അരുവായി സ്വദേശി അതുൽ കൃഷ്ണ, പഴഞ്ഞി അയനൂർ സ്വദേശി ശ്രേയസ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വിഷ്ണുരാജ് അച്ഛനെ ഡോക്ടറെ കാണിക്കാനായി വരികയും ഈ സമയത്ത് ഡോക്ടറെ കാണാൻ പറ്റാത്തതിനെ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെയിൽ നഴ്സായ ഫൈസൽ, ആംബുലൻസ് ജീവനക്കാരി അശ്വിനി, അറ്റൻഡർ അനിതകുമാരി എന്നിവരെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ദേശീയപാത ആമ്പല്ലൂരിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ വാഹനനിര പല സമയത്തും പുതുക്കാട് സെന്റർ കടന്നു. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ആമ്പല്ലൂർ കടക്കാൻ അരമണിക്കൂറിലേറെ സമയമെടുത്തു. ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടി. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ തിരക്ക് വർദ്ധിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞൂപ്പാടം റോഡുകളിലേക്ക് പ്രവേശിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടായി. അവധി ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങളുടെ വരവും പ്രതിസന്ധി സൃഷ്ടിച്ചു. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനങ്ങൾ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഒറ്റവരിയായി കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ദേശീയപാത അതോറിറ്റി ഇക്കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആരോപണം. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട വാസുപുരം ആറേശ്വരം ശാസ്താക്ഷേത്രം മേൽശാന്തി ED പ്രസാദിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു. DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തി ഷോൾ അണിയിച്ചു. നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങേത്ത്, രഞ്ജിത്ത് കൈപ്പിള്ളി, സുധൻ കാരയിൽ എന്നിവരും ഉണ്ടായിരുന്നു. 2.5 മാസത്തോളം നിർത്തിവെച്ച ടോൾ പിരിവ് പുനരാരംഭിച്ചതോടെ പ്രാദേശിക വാഹനങ്ങൾക്കുള്ള സൌജന്യ യാത്രാ പാസ് പുതുക്കാൻ വൻ തിരക്ക്. ടോൾ പ്ലാസയിൽ നിന്ന് പ്രാദേശിക വാഹനങ്ങൾക്ക് അനുവദിച്ചിരുന്ന യാത്രാ പാസ് പുതുക്കാനാണ് വാഹന ഉടമകൾ കൂട്ടത്തോടെ എത്തിയത്. 72 ദിവസം ടോൾ പിരിവ് നിർത്തിവെച്ചതോടെ 15,000-ലേറെ പാസുകളാണ് പുതുക്കാനുള്ളത്. തിരക്ക് നിയന്ത്രണാതീതമായതോടെ കമ്പനി കൂടുതൽ കൌണ്ടറുകളും സമയവും അനുവദിച്ചു. ടോൾ പ്ലാസ സെന്റർ ഓഫീസിനുള്ളിലും പുറത്തും 5 വീതം കൌണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയും അവധി ദിവസമായ തിങ്കളാഴ്ചയും പാസ് പുതുക്കാൻ കൌണ്ടറുകൾ പ്രവർത്തിക്കുമെന്ന് കരാർ കമ്പനിയായ JIPL അധികൃതർ അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ കൌണ്ടറുകൾ പ്രവർത്തിക്കും. നേരത്തെ ഇത് വൈകിട്ട് 5 വരെയായിരുന്നു. ഹൈക്കോടതി ടോൾ പിരിവ് നിർത്തിവെച്ചതോടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാഹനങ്ങൾക്കുള്ള സൌജന്യ യാത്രാ പാസ് പുതുക്കി നൽകുന്നതിനും കരാർ കമ്പനി നിർത്തുകയായിരുന്നു. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുഴയ്ക്കലിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്കുള്ള പുതിയ പാലം റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഒറ്റവരിയായിട്ടാണ് കടത്തിവിടുന്നത്. ഇതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ഇരുഭാഗത്തേക്കും കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകൾ നീണ്ടു. പ്രധാനമായും തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് കുരുക്കിൽപ്പെട്ടത്. അമല നഗറിന് സമീപം മുതൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിൽ പുഴയ്ക്കലിൽ നിർമ്മിച്ച പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. കുന്നംകുളം പാതയിൽ കൈപ്രമ്പ് നെയിൽ ആശുപത്രി മുതൽ കേച്ചേരി സെന്റർ വരെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. തൃശൂർ സുവോളജി പാർക്കിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിളംബര കൊടിയേറ്റം നടന്നു. 10 നാൾ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇതോടെ തുടക്കമായി. പാർക്കിലെ സംഘാടക സമിതി ഓഫീസിനു മുന്നിൽ മന്ത്രി K. രാജൻ കൊടിയേറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കമ്മീഷണർ നകുൽരാജ് ദേശ്മുഖ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് അംഗങ്ങളായ PS സജിത്ത്, ലിബി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടിയേറ്റത്തിന് ശേഷം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള താമര വെള്ളച്ചാൽ, പയ്യനം, മണിയൻ കിണർ എന്നീ സാമൂഹ്യ പഠന മുറികളിലെ 50ഓളം കുട്ടികൾ സുവോളജിക്കൽ പാർക്ക് സന്ദർശിച്ചു. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
CIA ഉപയോഗിച്ച് സ്വാർത്ഥ താൽപര്യത്തിനായി സ്വതന്ത്ര രാജ്യങ്ങളിൽ അസ്ഥിരതയും അട്ടിമറിയും ഉണ്ടാക്കുന്ന രാജ്യമായ അമേരിക്ക ലോകത്തിലെ ഒന്നാമത്തെ കുറ്റവാളി രാജ്യമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മാർക്സിസ്റ്റ് ചിന്തകനും പ്രഭാഷകനുമായിരുന്ന പ്രൊഫസർ വി അരവിന്ദാക്ഷന്റെ സ്മരണയ്ക്ക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്കിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമത്വപൂർണമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടി അതെത്ര സങ്കീർണമായാലും വൈകിയാലും അതുവഴി മാത്രമേ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് പഠനങ്ങളിലൂടെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചയാളാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക് എന്ന് MA ബേബി വിശേഷിപ്പിച്ചു. മുതലാളിത്തം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഉരുത്തിരിയുന്ന രണ്ടാമത്തെ പ്രതിഭാസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി കൊള്ളയെന്നും ഇതിലൂടെ അമേരിക്കയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമിക്കുകയാണ് ട്രംപ് ചെയ്യുന്നതെന്നും മുതലാളിത്തം വഴിമുട്ടി നിൽക്കുമ്പോൾ എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പ്രൊഫസർ പ്രഭാത് പട്നായിക് പറഞ്ഞു. പ്രൊഫസർ വി അരവിന്ദാക്ഷൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ഡോക്ടർ TV മധു അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ വി അരവിന്ദാക്ഷൻ ഫൗണ്ടേഷൻ സെക്രട്ടറി PS ഇക്ബാൽ, ശ്രീ കേരളവർമ്മ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃപ പ്രദീപൻ, ഡോക്ടർ P രഞ്ജിത്ത്, ഡോക്ടർ ഫസീല തരകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. മുല്ലനേഴി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പുരസ്കാരവും സമർപ്പണവും സ്മൃതിയും മുല്ലനേഴിയെ അപമാനിക്കുന്ന വേദിയാക്കുകയാണെന്ന് ആരോപിച്ച് ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ രംഗത്ത്. ചിലർക്ക് വ്യക്തിപരമായ പ്രമോഷൻ നൽകുന്നതിനും ചില സംഘടനകളെ ഉയർത്തിക്കാണിക്കുന്നതുമായ രീതിയിൽ മലനേഴി സ്മൃതിയെ തരം താഴ്ത്തിയതായി മുല്ലനേഴി ഫൗണ്ടേഷൻ അംഗം കൂടിയായ പ്രിയനന്ദനൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മുല്ലനേഴിയുടെ മകൻ പ്രദീപൻ മുല്ലനേഴി ഉൾപ്പെടെയുള്ളവർ പ്രിയനന്ദനന്റെ കുറിപ്പിന് പിന്തുണയറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ലഹരിവിരുദ്ധ ജനകീയ പ്രക്ഷോഭം സംസ്ഥാന സമിതി രൂപീകരണ കൺവെൻഷൻ തൃശൂരിൽ നടന്നു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് EA ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്വാമി നന്ദാത്മജാനന്ദ, അബൂബക്കർ ഫൈസി, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം വലിയാലുക്കലിൽ നടന്നു. മിശ്രവിവാഹ ധനസഹായം, വിദേശ തൊഴിൽ ധനസഹായം എന്നിവയുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കേരള ചിത്രകലാ പരിഷത്ത് ലഹരി വ്യാപനത്തിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമാക്കി 50-ൽ പരം ചിത്രകാരന്മാർ പങ്കെടുത്ത ചിത്രപ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ചു. തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡിലെ മുൻ സബ് ഇൻസ്പെക്ടർ NG സുബ്രതകുമാർ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സോമൻ അധീന അധ്യക്ഷത വഹിച്ചു. ശതാബ്ദി ആഘോഷിക്കുന്ന പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ കാത്തുനിന്നവർ നിരാശരായി മടങ്ങിപ്പോയി. 1 മണിക്കൂറോളം സ്കൂൾ കവാടത്തിൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ കാത്തുനിന്ന ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി PTA ഭാരവാഹികളുമാണ് നിരാശരായി മടങ്ങിപ്പോയത്. സ്കൂൾ കവാടത്തിലേക്ക് വൻ പോലീസ് സന്നാഹത്തോടെ വന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കുറച്ചുനേരം വാഹനം നിർത്തി അതിൽ തന്നെ ഇരുന്നു. പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങുകയോ സ്കൂൾ സന്ദർശിക്കുകയോ ചെയ്യാതെ വാഹനം പുറകോട്ടെടുത്ത് മറ്റൊരു ഉദ്ഘാടന ചടങ്ങിന് പോവുകയായിരുന്നു. പെരുവല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടന്നുവരുന്നുണ്ട്. സ്കൂൾ ഹെഡ് മിസ്ട്രസ്, PTA ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്നും സ്കൂളിലേക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് നിവേദനം നൽകിയിരുന്നു. നേരിട്ട് സ്കൂൾ സന്ദർശിച്ച് തീരുമാനിക്കാമെന്ന് മന്ത്രിയും പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പറും BJP നേതാവുമായ TG പ്രവീണിന്റെ നിർദ്ദേശപ്രകാരമാണ് വിദ്യാലയാധികൃതർ ശനിയാഴ്ച സ്കൂൾ കവാടത്തിൽ കാത്തുനിന്നത്. സ്കൂൾ കവാടത്തിൽ കാർ നിർത്തിയ കേന്ദ്രമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ചു പോയത് എന്തിനാണെന്ന് ഇപ്പോഴും വിദ്യാലയാധികൃതർക്ക് അറിയില്ല. TCV പാവർട്ടി. ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന് സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ആർച്ചറി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് EB ബിനോയ് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് C സുമേഷ്, കൌൺസിൽ അംഗം CV കുര്യാക്കോസ്, MR സന്തോഷ്, അഖിൽ അനിരുദ്ധൻ, അനു ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും.
കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നു. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗക്കാരുടെ കിരീടം എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് കുടമാറ്റം നടക്കും. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സംവരണ വാർഡുകൾ നിശ്ചയിച്ചു. 30 ഡിവിഷനുകളിലാണ് സംവരണം ബാധകമാവുക. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് 21-ന് നടക്കും. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം. പഠിക്കാൻ വരുന്നവർക്ക് അവരുടെ മതാചാരങ്ങൾ പാലിക്കാൻ കഴിയണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വിദ്യാഭ്യാസ മന്ത്രി കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ CPM. പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിനാണ് നടപടി. മേയർ MK വർഗീസിനെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മേയർ നല്ല മനുഷ്യനാണെന്നും എന്നാൽ അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി. ശബരിമല മേൽശാന്തിയായി മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയിലെ ED പ്രസാദിനെ തെരഞ്ഞെടുത്തു. ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിയോഗമായി കാണുന്നുവെന്ന് ED പ്രസാദ്. ഗുരുവായൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. തൃശൂർ ഇക്കണ്ടവാരി റോഡിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പുറകിൽ ബസ്സിടിച്ച് 12 പേർക്ക് പരിക്ക്. പുതുക്കാട് സെന്ററിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്കിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. 183 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂൾ വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.